സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി തിരുവനന്തപുരം CPM ജില്ലാ സെക്രട്ടേറിയറ്റ്. MV ഗോവിന്ദൻ തികഞ്ഞ പരാജയം. തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്നതിൽ സംസ്ഥാന സെക്രട്ടറി പരാജയപ്പെട്ടു. ഭാര്യ മത്സരിച്ചതോടെ പാർട്ടി സെക്രട്ടറി കണ്ണൂരിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുവെന്നും നേതാക്കൾ തുറന്നടിച്ചു. തിരുവനന്തപുരം ജില്ലാ നേതൃത്വത്തിനെതിരെ സംസ്ഥാന നേതൃത്വവും വിമർശനമുയർത്തി. തിരുവനന്തപുരത്ത് ജില്ലാ സെക്രട്ടറിയാകാൻ കഴിവുള്ള നേതാക്കൾ ഇല്ല എന്നതായിരുന്നുവെന്ന് യോഗത്തിൽ ഗോവിന്ദന്റെ പരാമർശം. ആര്യ രാജേന്ദ്രനെതിരെയും യോഗത്തിൽ രൂക്ഷ വിമർശനമുയർന്നു. രാഹീസ് റഷീദ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. രാഹീസ്, തോൽവിക്ക് പിന്നാലെ അങ്ങോട്ടും ഇങ്ങോട്ടും ജില്ലാ ഘടകത്തിനെതിരെ സംസ്ഥാന നേതൃത്വവും സംസ്ഥാന നേതൃത്വത്തിനെതിരെ ജില്ലാ ഘടകവും വിമർശനമുയർത്തുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. മധു, തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ നേതൃത്വത്തിനെതിരെ പല സ്ഥലത്തും വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെയും ആ വിമർശനങ്ങൾ ഉണ്ടായി. പക്ഷേ ഇവിടെ പ്രതിരോധിക്കാൻ വേണ്ടി CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ജില്ലയിൽ നേതൃപദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള ആളുകളില്ല, അങ്ങനെ ആരും നിലവിലുള്ള ജില്ലാ നേതാക്കൾ ഉയർത്തിക്കൊണ്ടു വന്നില്ല എന്ന ഒരു കാര്യം കൂടി പറഞ്ഞു. അതായത് സംസ്ഥാന സെക്രട്ടറിക്കെതിരെ വിമർശനമുണ്ടായത് തളിപ്പറമ്പിൽ ഭാര്യ മത്സരിക്കുന്ന മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. മറ്റു മണ്ഡലങ്ങളിലൊന്നും പാർട്ടി പ്രവർത്തനം ഏത് തരത്തിലാണ് നടക്കുന്നത് എന്ന് നോക്കാനുള്ള സമയം പോലും MV ഗോവിന്ദൻ ഇല്ല എന്നതായിരുന്നു വിമർശനം. ആ സമയത്താണ് തിരുവനന്തപുരത്തും നേതൃത്വത്തിൻ്റെ അലംഭാവമുണ്ട്, അല്ലെങ്കിൽ ആ തരത്തിൽ നേതാക്കളില്ല എന്ന കാര്യം പറഞ്ഞത്. ഈ സമയത്ത് ഒരു പ്രതിനിധി പറഞ്ഞത്, സംസ്ഥാന സെക്രട്ടറിയായ താങ്കൾ രാഷ്ട്രീയ പ്രവർത്തനം എന്നാണ് തുടങ്ങിയത്, എങ്ങനെയാണ് ഈ പദവിയിലെത്തിയത് എന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞങ്ങളെ ആ തരത്തിൽ വിമർശിക്കേണ്ട കാര്യമില്ല എന്ന അതിരൂക്ഷമായ മറുപടി കൂടി നൽകി. ഇതിനിടയിലാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രിയായ V ശിവൻകുട്ടി മുൻ മേയർ ആര്യ രാജേന്ദ്രനെതിരെ വിമർശനമുയർന്നത്. ഗ്രൗണ്ടിൽ ആര്യ രാജേന്ദ്രനെതിരായ പൊതുവികാരം ആളുകൾക്ക് ഉണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് തനിക്കൊപ്പം കാറിൽ ആര്യ രാജേന്ദ്രനെ കയറ്റിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ എതിർക്കുന്ന കാഴ്ച വരെ കാണേണ്ടി വരുന്നു എന്ന് V ശിവൻകുട്ടി പറഞ്ഞു. 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്ത് 5 വോട്ടിൻ്റെ ലീഡ് മാത്രമാണ് ആ പ്രദേശത്ത് നിന്ന് ലഭിച്ചത് എന്ന കാര്യം കൂടി, തൻ്റെ തോൽവിക്ക് കാരണക്കാരിൽ ഒരാളായി ആര്യ രാജേന്ദ്രൻ മേയർ സ്ഥാനത്തിരുന്ന് ചെയ്ത പ്രവർത്തനങ്ങൾ വന്നു എന്ന ഒരു വിമർശനം കൂടിയാണ് ഇദ്ദേഹം നടത്തിയത്, V ശിവൻകുട്ടി നടത്തിയത്. മധു.